ഹലോ മക്കളെ, നമ്മളിന്ന് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. നമ്മളിന്ന് പോകുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയിലേക്കാണ്. നമ്മളിന്ന് പോകുന്നത് മൊറോക്കോയിലേക്കാണ്. അപ്പോൾ നമ്മുടെ മൊറോക്കൻ യാത്രേൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൂടെ ഉണ്ടായിക്കൊണ്ട് നമ്മളിന്ന് യാത്ര തിരിക്കുന്നത് ലിവർപൂളിലെ ജോൺ ലെനൻ എയർപോർട്ടിൽ നിന്നാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന എയർപോർട്ടാണ്. അതുപോലെ തന്നെ വളരെ ചീപ്പായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് വെറും 58 പൗണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ചാർജ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ എയർപോർട്ട് വളരെ കാലിയായിട്ടുള്ള ഒരു എയർപോർട്ടാണ്. തീരെ ക്രൗഡഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു 20 25 മിനിറ്റ് കൊണ്ടുള്ളിൽ നമ്മുടെ ഇമിഗ്രേഷൻ വരെ ക്ലിയർ ആവും. എല്ലാം ക്ലിയർ ആയിട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറാൻ കഴിയില്ല. നമ്മൾ ബസ്സിൽ പോയിട്ട് റൺവേന്ന് വേണം നമുക്ക് ഈ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. കാരണം ഇത് വളരെ ചെറിയ ഫ്ലൈറ്റ് ആണ്. മാക്സിമം എനിക്ക് തോന്നുന്ന ഒരു 100-150 യാത്രക്കാർ മാത്രമായിട്ട് പോകുന്ന ഒരു ഫ്ലൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അത്രയും ചെറിയ ഫ്ലൈറ്റ് ആണ്. ഈ കാണുന്ന ഈസിജെറ്റിന്റെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ഇന്ന് മറാക്കഷിലേക്ക് യാത്ര തിരിക്കുന്നത്. മറാക്കഷ് എന്ന് പറയുന്നത് മൊറോക്കോയുടെ ക്യാപിറ്റൽ കൂടെയാണ്. അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതാ ഫ്ലൈറ്റിലേക്ക് കയറാണ്. നിങ്ങളെ മൊറോക്കോയിലേക്ക് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മൊറോക്കൻ വിസ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊറോക്കൻ ഇ വിസ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതായത് ഇന്ത്യക്കാർക്ക് മൊറോക്കോ ഇ വിസ വെച്ചിട്ടാണ് യാത്ര ചെയ്യാൻ കഴിയുക. UK എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെയാണ്, സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ കെയർഫുൾ ആവുക. കാരണം നമ്മൾ ആദ്യം ഗൂഗിളിൽ വിസേന്റെ കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്കാണ് കയറുക. അത് ഒഫീഷ്യൽ സൈറ്റ് അല്ല. നിങ്ങൾക്ക് അതിന് നല്ല ചാർജ് വരും. കാരണം ഞങ്ങളിത് ഫസ്റ്റ് അറിയാത്ത ഞങ്ങൾ അതിലാണ് ട്രൈ ചെയ്തത്. ഒരാളുടെ വിസയ്ക്ക് വരുന്നത് 64 പൗണ്ട് ആയിരുന്നു. പക്ഷേങ്കിൽ ഇത് ചാർജസ് അടക്കം ഞങ്ങൾക്ക് ഏകദേശം 130 പൗണ്ടോളം വന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും സെർച്ച് ചെയ്തിട്ട് മൊറോക്കോന്റെ ഒഫീഷ്യൽ സൈറ്റ് ആയിട്ടുള്ള access.morocco.ma എന്ന് പറയുന്ന സൈറ്റിൽ വഴിയാണ് ഞങ്ങൾ മൊറോക്കോ വിസ അപ്ലൈ ചെയ്തത്. സോ നിങ്ങൾ ആ കാര്യം വളരെ കെയർഫുൾ ആയിരിക്കുക. ഞങ്ങൾ എല്ലാവരും തന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം യാത്രക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടയർഡ് ആയിരുന്നു. ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ഞങ്ങളുടെ മൊറോക്കോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് മൊറോക്കോ കാണാനുള്ള ഒരു പ്രത്യേകതരം ഭംഗി തന്നെയായിരുന്നു കേട്ടോ. പോയ പോലെ തന്നെ നമ്മൾ റൺവേയിൽ തന്നെയാണ് ഫ്ലൈറ്റ് ഇറങ്ങേണ്ടത്. റൺവേയിലൂടെ നടന്നിട്ട് വേണം നമ്മൾ എയർപോർട്ടിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ. ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന അമ്പര ചുംബിയായിട്ടുള്ള കെട്ടിടമാണ് മറാക്കഷിലെ മറൈന എയർപോർട്ട് എന്ന് പറയുന്നത്. പുതിയൊരു മോഡേൺ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ എയർപോർട്ട് കൂടാണ് മറൈന എയർപോർട്ട് എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ സ്റ്റാഫ് ഒന്നും എനിക്ക് അത്ര കംഫർട്ടായിട്ട് ഫീൽ ചെയ്തില്ല. മൊറോക്കോ യാത്രയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ എയർപോർട്ട് സ്റ്റാഫിനെ കുറിച്ചിട്ടാണ് കേട്ടോ. മറാക്കഷിലെ മറൈന എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ടെർമിനൽ 1 ആണ്. ഇസ്ലാമിക് ജാമതീയ പാറ്റേണുകളും അതുപോലെ തന്നെ ആധുനിക ആർക്കിടെക്ചറും കൂടി കൂടിയിട്ടുള്ളതാണ് ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഒരുപാട് യാത്രാ മാഗസിനുകളിൽ ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള എയർപോർട്ടുകളിൽ ഈ മറൈന എയർപോർട്ടിനും കൂടെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1940-കളിൽ രണ്ടാം ലോക മഹായുദ്ധത്ത് അമേരിക്കൻ വ്യോമസേനയുടെ US ആർമി ഫോഴ്സും കൂടെ ആയിരുന്നു ഈ എയർപോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ഈ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മൊറോക്കോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊറോക്കോയിലൂടെ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ കപ്പിന്റെ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല റഷാണ് എയർപോർട്ടൊക്കെ. നിങ്ങളുടെ എമിഗ്രേഷൻ കൗണ്ടറിന് പുറത്തായിട്ട് തന്നെ നമ്മൾ എയർപോർട്ടിന് പുറത്തിറങ്ങിയാൽ തന്നെ ഒരുപാട് ലോക്കൽ നെറ്റ്വർക്സിന്റെ കൗണ്ടറുകൾ കാണാം. അതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സിം ആയിരുന്നു. അത് അവർ അപ്പം തന്നെ നമുക്ക് ഈ സിം ആയിട്ട് അവരത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 300 ദിർഹംസാണ് ഞങ്ങൾക്ക് ഒരു മാസത്തേക്ക് അതിന്റെ പാക്കേജ് ആയിട്ടുള്ളത്. ഞങ്ങളെ എത്തിയത് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 12 മണി ആയിട്ടുണ്ട് ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തപ്പോൾ. പക്ഷെ അവിടുത്തെ റെസ്റ്റോറന്റ് ക്ലോസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റിലേക്ക് വന്നു. ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങളുടെ സ്ട്രീറ്റ് ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഒരു ഒതന്റിക് മൊറോക്കൻ ഫുഡാണ്. അതുപോലെ തന്നെ ഭയങ്കര ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറന്റും കൂടെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിന്റെ ആംബിയൻസ്. പിന്നെ ഭയങ്കര പൊളൈറ്റ് ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്തത്. ഇവിടെ ഞാൻ കുറെ റെസ്റ്റോറന്റ് പോയപ്പോൾ എനിക്ക് അത്ര അത് ഫീൽ ചെയ്തില്ല. ബട്ട് ഇവിടുത്തെ ഭയങ്കര പൊളൈറ്റ് ആയിട്ടാണ് ഇവർ നമ്മളിത് ബിഹേവ് ചെയ്തത് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചിട്ട് ആർക്കെങ്കിലും മൊറോക്കോയിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം. നല്ല ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം 12 മണി ആയതുകൊണ്ട് തന്നെ തിരക്കില്ല, കാലിയാണ്. ബട്ട് ഫുഡൊക്കെ അടിപൊളിയാണ്. കാണിച്ചു തരാം കേട്ടോ.
ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ ഞങ്ങളുടെ പഴയ മദീനയുടെ അടുത്തുള്ള മദീന എന്ന് പറയുന്നത് ഇവിടുത്തെ പഴയ നഗരത്തിനെയാണ് ഒരു മദീന എന്ന് പറയുന്നത്. ഈ പഴയ മദീനയുടെ സൈഡിൽ അടുത്തുള്ള കുറച്ച് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു. വളരെ നല്ല ഫുഡ് തന്നെ ആയിരുന്നു. അങ്ങനെയാണ് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ റിസോർട്ടിലേക്ക് ഞങ്ങൾ യാത്രയായി. നാളെ മുതൽ ഞങ്ങളുടെ മൊറോക്കൻ യാത്രയുടെ ഓരോ ഭാഗങ്ങൾ തുടങ്ങുകയാണ്. സോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ മൊറോക്കൻ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്.